നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. സാവർക്കറുടെ ജീവിതകഥയാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇനി. കപ്പലിൽ നിന്ന് വെള്ളത്തിലേക്ക്, കടലിലേക്ക് എടുത്ത് ചാടുന്ന സാവർക്കറുടെ ദൃശ്യം നാം കണ്ടു. ആ ചാട്ടത്തെപ്പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇന്നും ചരിത്രത്തിൽ പരക്കെ വിശ്വസിച്ചു വരുന്നു ഒരുപാട് പേർ. കടലിലേക്ക് ചാടി അദ്ദേഹം നീന്തിയെന്നും പുറകിൽ നിന്ന് പട്ടാളക്കാർ വെടിവെച്ചുവെന്നും ഒരു വെടി പോലും കൊണ്ടില്ല എന്നും ഇങ്ങനെയൊക്കെയുള്ള നിറം പിടിപ്പിച്ച ഒരുപാട് കഥകൾ. വാസ്തവം അതായിരുന്നില്ല. SS മോറിയ എന്നായിരുന്നു ആ കപ്പലിൻ്റെ പേര്. ഫ്രാൻസിൻ്റെ തീരത്തുള്ള മാഴ്സെയിൽസ് എന്ന തുറമുഖത്ത് അടുത്ത് കഴിഞ്ഞിരുന്നു ആ കപ്പൽ. അപ്പോൾ കപ്പലും ജെട്ടിയും, കപ്പലിൻ്റെ ഭാഷയിൽ ക്വേ എന്ന് പറയും അവർ, QUAY എന്നാണ് ഇംഗ്ലീഷിൽ ക്വേ. കപ്പലും ജെട്ടിയും തമ്മിൽ ഒരു 12 അടി 12 അടി ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിലാണ് ഈ കോണിപ്പടി ഇറക്കിയിട്ട് ആൾക്കാർ ഇറങ്ങുകയും കയറുകയും ഒക്കെ ചെയ്യുന്നത് കപ്പലിലേക്ക്. കടൽ നിരപ്പിൽ നിന്ന് സാവർക്കർ ചാടിയ മാൻഹോളിലേക്ക് ഒരു 31 അടി ഹൈറ്റ് വരും. കടലിൻ്റെ ആഴം അവിടെ 21 അടി. അപ്പോൾ 31 അടി മുകളിൽ നിന്ന് ചാടുന്നു. 31 അടി കഴിയുമ്പോൾ വെള്ളം താഴത്തേക്ക് 21 അടി. ഈ 21 അടിയിൽ താഴെ കോൺക്രീറ്റ് ആണ്, ജെട്ടിയാണല്ലോ കപ്പലെടുക്കുന്ന ജെട്ടി. വെറുതെ ചെളിയായിട്ട് കിടക്കുകയില്ല, അടിയിൽ കോൺക്രീറ്റ് ചെയ്യും. അപ്പോൾ 31 അടി ഉയരത്തിൽ നിന്ന് ചാടുന്ന ഒരു മനുഷ്യൻ വെള്ളത്തിലേക്ക് വീണ് വീണ്ടും 21 അടി താഴെ പോയിട്ട് തല ഇടിക്കരുത്. 12 അടി വീതിയേ ഉള്ളൂ. ചാടുന്നതിനിടയ്ക്ക് ഈ 12 അടി കവർ ചെയ്തിട്ട് നേരെ ജെട്ടിയിൽ വന്ന് തലയിടിച്ച് വീഴാം, മരിച്ചു പോകാം. അതുകൊണ്ട് കൃത്യം 31 അടി ഉയരത്തിൽ നിന്ന് 12 അടിയുടെ ഗ്യാപ്പിലൂടെ താഴത്തേക്ക് ചാടുക എന്നുള്ള സാഹസ കൃത്യമാണ് സാവർക്കർ ചെയ്തത്. പിന്നിൽ പോലീസുകാരും. കാൽക്കുലേഷൻ വലിയ സമയമൊന്നുമില്ല. അസാമാന്യമായ ജഡ്ജ്മെൻ്റുള്ള ഒരു ഡൈവർക്ക് മാത്രമേ, നമ്മൾ ഡൈവിങ് കോമ്പറ്റീഷനൊക്കെ ഉണ്ടല്ലോ, സ്വിമ്മിംഗ് പൂളിലേക്കൊക്കെ കൃത്യമായിട്ട് ഡൈവ് ചെയ്തിട്ട് അടിയിൽ ചെന്ന് തലമുട്ടാതെ തിരിച്ച് U-ടേൺ അടിച്ച് പൊങ്ങി വരുന്ന സമ്പ്രദായം. ഇതേ സമ്പ്രദായത്തിലാണ് സാവർക്കർ ഈ 12 അടിയുടെ ഗ്യാപ്പിലേക്ക് ചാടിയത്. ഒരു വശത്തേക്ക് സാവർക്കർ പൊങ്ങുകയാണെങ്കിൽ കപ്പലിൻ്റെ അടിയിൽ ചെന്ന് ഇടിക്കാം. നേരെ ബെല്ലി ലാൻഡിംഗ് എന്ന് പറയും. തലയോ കാലോ അല്ലാതെ നെഞ്ചിടിച്ചോ വയറിടിച്ചോ ആണ് വെള്ളത്തിൽ വീഴുന്നതെങ്കിൽ കോൺക്രീറ്റിൽ വീഴുന്ന അതേ ഫലമായിരിക്കും. കഷ്ണം കഷ്ണമായി പോകും 31 അടി ഉയരത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് പ്ലക്കോന്ന് വീണ് കഴിഞ്ഞാൽ. അപ്പോൾ അത് ഡൈവ് ചെയ്യുക തന്നെ വേണം. ഡൈവ് ചെയ്ത് താഴെ പോയി തലയിടിക്കാൻ പാടില്ല. ഒരു വശത്തേക്ക് പോയി കപ്പലിൻ്റെ അടിയിൽ ചെന്ന് U-ടേൺ അടിച്ച് കപ്പലിൻ്റെ അടിയിൽ ചെന്ന് ഇടിക്കാൻ പാടില്ല. കൃത്യമായിട്ട് U-ടേൺ അടിച്ചിട്ട് ജെട്ടിയുടെ കോൺക്രീറ്റിൽ തട്ടാതെ പൊങ്ങണം. ഈ സാമർഥ്യം, അസാമാന്യമായ ഡൈവിംഗ് സാമർഥ്യം, ഇത് സാവർക്കർ പ്രകടിപ്പിച്ചു. അതും കടലിൽ അടിയൊഴുക്ക് എപ്പോഴും ഉണ്ട്. കടൽ ശാന്തമായിട്ട് കിടക്കുകയല്ല. ജെട്ടിയിലാണെങ്കിൽ പോലും അസാധ്യമായ അടിയൊഴുക്കുണ്ട്. 21 അടി താഴെ വീണ ആളിനെ അപ്പോൾ തന്നെ വേലി ഇറക്കമാണെങ്കിൽ വലിച്ച് കടലിലേക്ക് കൊണ്ടുപോകും. വേലി ഏറ്റമാണെങ്കിൽ അടിച്ച് ജെട്ടിയിലേക്ക് തകർക്കും. ഈ അവസ്ഥയിലാണ് സാവർക്കർ ചാടുന്നത്. ഇത്ര അപകടകരമായ ഒരു ഡൈവിംഗ് വളരെ സമർത്ഥമായിട്ട് ചെയ്യുകയും ജെട്ടിയിലേക്ക് തന്നെ പൊങ്ങുകയും, ജെട്ടിക്കൊണ്ട് ഒരു 9 അടി ഉയരം ജലനിരപ്പിൽ നിന്ന് ആ 9 അടിയിലേക്ക് പിടിച്ചു കയറാൻ ഒന്നുമില്ല. സിമെൻറ്റിലും കോൺക്രീറ്റിലും ചെറിയ ഗ്യാപ്പിലും അവിടെ ഇവിടെയൊക്കെ തള്ളവിരലൊക്കെ വെച്ചിട്ട് വേണം കയറാൻ. ഏതായാലും ചവിട്ടിക്കേറി സാവർക്കർ. ഈ സാഹസ കൃത്യമാണ് ബ്രിട്ടീഷുകാരെ ഞെട്ടിച്ചത്. പിൽക്കാലത്ത് ആൻഡമാനിൽ നിന്ന് സാവർക്കറെ തുറന്നു വിടാതെ അവർ വയ്ക്കാനും കാര്യം ഇതാണ്. ആൻഡമാനിൽ നിന്ന് ഭാരതത്തിലേക്കുള്ള ദൂരം കടലിലൂടെ നീന്താൻ ഈ സാമർഥ്യക്കാരന് വളരെ എളുപ്പമാകും. കാരണം ഇത്രയും ഡൈവിംഗ് അറിയാവുന്ന ആളാണോ പിന്നെ വെള്ളത്തിൽ നിന്ന് നീന്താൻ? നിസ്സാര സംഗതിയാണ്. ലെഫ്റ്റ് ഹാൻഡ് ജോബ് എന്ന് പറയുമല്ലോ, അതായിരുന്നു സാവർക്കറിന്. സാവർക്കർ ചെയ്ത ആ ധീരകൃത്യം, സാവർക്കറിൻ്റെ കാൽക്കുലേഷൻ, അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡ്, മനസ്സാന്നിധ്യം, ഇത്
ശാസ്ത്രീയമായി വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ റിസ്ക് മനസ്സിലാവുകയുള്ളൂ. കണ്ടോളൂ. So easy for him to come here, fall here with the momentum that his body had. He could very easily have done. He could have gone all the way down and hit his head here. That distance is not much. This distance is 28 feet 3 inches, which is less than the jump. Falling in improperly can really be hard. Water can feel like as hard as concrete and do as much damage. He had to have maneuver his body into position. In that narrow space, he had to do a 4-foot turn. I mean, he could have done it on the long side and no problem. But if he did it on the short side, he could have so easily banked here. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും സാവർക്കർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ജെട്ടിയിൽ കയറിയ സാവർക്കർ തലങ്ങും വിലങ്ങും ഓടി. പിന്നാലെ ബ്രിട്ടീഷ് പോലീസുകാർ. ഏതെങ്കിലും ഒരു ഫ്രഞ്ച് സാർജൻറ്റിനെ കാണുക, കീഴടങ്ങുക. ഞാൻ പൊളിറ്റിക്കൽ അസൈലം തേടിയിട്ട് രാഷ്ട്രീയ അഭയം തേടി വന്നവനാണ് എന്ന് പറയുക. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഫ്രഞ്ച് പോലീസുകാർ ഇയാളെ തിരിച്ച് ബ്രിട്ടീഷുകാർക്ക് കൈമാറുകയില്ല. ഇതായിരുന്നു സാവർക്കറുടെ പ്ലാൻ. സാവർക്കറെ സ്വീകരിക്കാനെത്തിയവർ അവിടെ എത്തിയിട്ടുമില്ല. സാവർക്കർ തലങ്ങും വിലങ്ങും ഓടി. ബ്രിട്ടീഷുകാർ പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഫ്രഞ്ച് സാർജൻ്റെ കൈക്ക് പിടിച്ചിട്ട് സാവർക്കർ പറഞ്ഞു, എന്നെ രക്ഷിക്കണം, ഞാൻ രാഷ്ട്രീയ അഭയാർത്ഥിയാണ്. ബ്രിട്ടീഷ് പോലീസുകാർ പറഞ്ഞു, ഇല്ല, ഇവൻ കള്ളനാണ്, ഞങ്ങളുടെ കപ്പലിൽ നിന്ന് ചാടിയവനാണെന്ന് പറഞ്ഞു. ഉന്തും തള്ളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആരെന്ത് പറയുന്നു എന്നറിയില്ല. അതിനിടയ്ക്ക് സാവർക്കർക്ക് അടി കിട്ടുന്നു. ഒടുവിൽ ബ്രിട്ടീഷ് പോലീസുകാരൻ, ലോകത്തിലെ ഏറ്റവും വലിയ സാധനമാണല്ലോ അഴിമതി, അത് ഫ്രഞ്ച് പോലീസുകാരനെ മാറ്റി നിർത്തിയിട്ട് കയ്യിലുണ്ടായിരുന്ന കുറച്ച് ചില്ലറ വാരി കൊടുക്കുന്നു. ഒന്നും മിണ്ടാതെ ഞങ്ങൾ ഇയാളെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ നിർഭാഗ്യവാനായ സാവർക്കർ വീണ്ടും കപ്പലിലേക്ക് തിരിച്ചു പോകുന്നു. മാഡം കാമായും കൂട്ടരും കാറിൽ ഓടിപ്പാഞ്ഞ് അവിടെ എത്തിയെങ്കിലും അപ്പോഴത്തേക്ക് സംഭവം കഴിഞ്ഞിരുന്നു. സാവർക്കർ തിരിച്ച് കപ്പലിൽ കയറിയിരുന്നു. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ ചിത്രവും നിങ്ങളൊന്ന് കാണണം, കണ്ടോളൂ. Catch up! Catch up! Catch up! Get you! We'll get you! Stop! Stop right away! Yes. Yes. Lumota Shiba! Lumota Shiba! I'm not a thief. Kill your father. Kill your father. I'm a political prisoner. Book wala khabe hu. They can't catch me on fire. He's a thief. Please. Come on, I'll get you. I want to food action. Please. Please help me. Please help me. You Indian dog. How dare you run away? How dare you? Come on. Swine. How easy, huh? Come on. Come on. ഭാരതത്തിൽ കൊണ്ടുവന്ന സാവർക്കറെ ഇരട്ട നാടുകടത്തലിന് വിധിച്ചു. 2 കുറ്റങ്ങളുടെ പേരിൽ. ഒന്ന്, നാസിക്കിലെ ഡിസ്ട്രിക്ട് കളക്ടറെ കൊന്നു. പിന്നെ വേറെ ചില കുറ്റങ്ങൾ, പുസ്തകം പ്രസിദ്ധീകരിച്ചു, കവിത എഴുതി, ഒന്നും പറയണ്ട, കുറേ കുറ്റങ്ങളൊക്കെ ചെലുത്തിയിട്ട് ഇരട്ട നാടുകടത്തൽ ആണ്. ഇരട്ട ജീവപര്യന്തം എന്നൊക്കെ പറയുമല്ലോ. നാടുകടത്തൽ ജീവപര്യന്തം തന്നെയാണ് വാസ്തവത്തിൽ. 25 വർഷം ആൻഡമാനിൽ കിടക്കണം. അപ്പോൾ ഇരട്ട നാടുകടത്തൽ എന്ന് പറഞ്ഞാൽ ആൻഡമാനിൽ 25 50 വർഷം കിടക്കണം. അങ്ങനെ ഇരട്ട നാടുകടത്തലുമായിട്ട് ബോംബെ ഹൈക്കോടതി വാസ്തവം പറഞ്ഞാൽ വിചാരണ ഇല്ലാതെയാണ് സാവർക്കറെ ശിക്ഷിക്കുന്നത്. ജഡ്ജിമാരുണ്ടായിരുന്നില്ല. ഒരു ജൂറി സെറ്റപ്പ്, ഒരു ട്രിബ്യൂണൽ പോലെ സാവർക്കർക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കി. സാവർക്കറുടെ വാദങ്ങളെ കേട്ടില്ല. സാവർക്കറെ നിർത്തിയിട്ട് തങ്ങളുടെ കയ്യിലുള്ള കടലാസുകൾ വെച്ച് ജൂറി അല്ലെങ്കിൽ ട്രിബ്യൂണൽ ഒരു വിധി പറയുകയായിരുന്നു.
അതായിരുന്നു ഈ ഇരട്ട നാടുകടത്തൽ. അങ്ങനെ 1911 ജൂലൈ 4 സാവർക്കർ ആൻഡമാനിലെ ജയിലിലെത്തി. ആൻഡമാൻ ജയിലിൻ്റെ പ്രത്യേകത, കയറി ചെല്ലുമ്പോൾ തന്നെ തടവുകാരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ വിലങ്ങ്, കാൽവിലങ്ങ്, ഇതുപോലെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ തടവുകാർ പേടിച്ചു തുടങ്ങും. ഏകാന്തവാസം, 6 മാസമാണ് ഏകാന്തവാസം. ഒരു ചെറിയ സെല്ലിൽ അടച്ചിടും, ആരുമായിട്ടും കോണ്ടാക്റ്റ് ഇല്ല. ഏറ്റവും മുകളിലായിട്ട് ചെറിയൊരു വെന്റിലേറ്ററുണ്ട്, കഷ്ടിച്ച് പ്രകാശം അകത്തേക്ക് കയറും, വേറെ ഒന്നുമില്ല. ചാക്ക് കൊണ്ടുള്ള വസ്ത്രമാണ്, മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ചാക്ക് കൊണ്ടൊരു നിക്കറും ചാക്ക് കൊണ്ട് ഒരു ജുബ്ബ പോലെ, അരക്കയ്യൻ, മുറിക്കയ്യൻ ജുബ്ബ. ചാക്ക് കൊണ്ട് ചെയ്യുന്നത്, ഒരു ചാക്ക് കൊണ്ടുള്ള ഈ വസ്ത്രം 2 ആഴ്ച മാറാതെ ഒരാൾ ധരിച്ചാൽ അയാളുടെ തൊലി അവിടെ ഇവിടെയായിട്ട് ഇളകും. അസാമാന്യമായ നീറ്റലും പുകച്ചിലുമായിരിക്കും. അതിനുവേണ്ടി തന്നെയാണ് ഈ ചാക്ക് കൊണ്ടുള്ള കൊടുക്കുന്നത്. അത് 2 ആഴ്ചയോ മറ്റോ കഴിയുമ്പോൾ അത് മാറ്റി, കംപ്ലീറ്റ് തൊലിയൊക്കെ ഇയാളുടെ പോയി, ഇയാൾ അവശ്യ നിലയിലായി കഴിയുമ്പോൾ അത് മാറ്റി സാധാരണ തുണിയുടെ അരക്കയ്യൻ, മുറിക്കയ്യൻ ജുബ്ബ കൊടുക്കും. ഇതാണ് ക്രൂരതയുടെ തുടക്കം. കാലിലും വിലങ്ങുണ്ടാകും. കാൽ വിലങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൽ ഷേപ്പിൽ, അത് കൈകൊണ്ട് പിടിച്ചുകൊണ്ടേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. വിട്ട് കഴിഞ്ഞാൽ നമ്മൾ വീഴും അതിൻ്റെ കൂട്ടത്തിൽ. അതാണ് അതിൻ്റെ സെറ്റപ്പ്. ഇങ്ങനെയുള്ള തടവാണ് ആദ്യത്തെ 6 മാസം. ഇത് കഴിഞ്ഞാൽ ഒരു 2.5 വർഷം സാധാരണ തടവ്. അവിടെ കൂട്ടുകാരൊക്കെ ഉണ്ടാവും, 3, 4, 10 പേരൊക്കെ ഒരു സെല്ലിലുണ്ടാവും. അങ്ങനെ 3 വർഷം കഴിഞ്ഞാൽ ആൻഡമാനിൽ അവർ ഇറക്കിവിടും. ആൻഡമാനിലെ കാടുകളിൽ, ദ്വീപിൽ ഇറക്കിവിടും. ചിലപ്പോൾ ആൻഡമാൻ ദ്വീപ് എന്ന് പറഞ്ഞാൽ ഒറ്റ ദ്വീപല്ലല്ലോ, തൊട്ടടുത്ത ചെറിയ ദ്വീപൊക്കെ ഉണ്ട്, വിഷജന്തുക്കൾ മാത്രമുള്ള ദ്വീപുകളൊക്കെ ഉണ്ട്, മുൾച്ചെടികൾ മാത്രമുള്ളത്. അവിടെ ഇറക്കിവിടും. അവിടെ എന്തെങ്കിലും കൃഷി ചെയ്ത് ശിഷ്ടകാലം ജീവിച്ചോളണം. ഏത് 25-ൽ 3 വർഷം പോയി കഴിഞ്ഞാൽ 22 വർഷം എവിടെയാണോ അവർ വിട്ടിരിക്കുന്നത് അവിടെ ആ ദ്വീപിൽ കൃഷി കാര്യാദികളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ആരും നിങ്ങളെ ഉപദ്രവിക്കുകയൊന്നുമില്ല. ഇതാണ് നാടുകടത്തൽ എന്നുള്ള ശിക്ഷ. പലരും ധരിക്കുന്ന പോലെ 25 വർഷം ഒരാളെ ജയിലിലിടുകയല്ല, അല്ല, ജയിലിലിടില്ല. ഇതുപോലെ ഇറക്കിവിടും. അവിടെ ഓൾറെഡി അവിടുത്തെ കാട്ടുജാതിക്കാരുണ്ട്, പിന്നെ ഇതുപോലെ ജയിലിൽ നിന്ന് ഇറക്കി വിട്ടവരുണ്ട്, അവരുടെ കൂടെ എവിടെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞോളണം. ഇതാണ് നാടുകടത്തൽ ശിക്ഷ. സാവർക്കറുടെ കാര്യത്തിൽ ഇതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. അത് നമുക്ക് വഴിയേ മനസ്സിലാവും. സാവർക്കറുടെ ആൻഡമാൻ ജയിലിലേക്കുള്ള ആ വരവ് നമുക്കൊന്ന് കാണാം. Leave him alone. After all, he's not a tiger. Are you? Huh? तो तुमने मार्से से भागने की कोशिश की, हाँ? जी हाँ। तो क्या हुआ उसका? हाँ? ആൻഡമാനിലെ കാലാപാനി എന്നറിയപ്പെടുന്ന ഈ തടവറയുടെ അധിപൻ, ജയിലർ ഡേവിഡ് ബാരി എന്ന ബ്രിട്ടീഷുകാരനായിരുന്നു. ബ്രിട്ടീഷ് എന്ന് വെച്ചാൽ ഐറിഷുകാരനായിരുന്നു, ഇംഗ്ലണ്ടുകാരനല്ല. ഇത്രയും ക്രൂരനായ ഒരു മനുഷ്യനെ കാണാൻ സാധ്യമല്ല ചരിത്രത്തിൽ. തടവുകാരെ ഉപദ്രവിക്കുക എന്നുള്ളത് ഒരു ഭ്രാന്തായിട്ട് ഡേവിഡ് ബാരിക്ക് മാറിയിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ നിന്ന് ഇത്രയും ദൂരെ ആൻഡമാൻ തടവുകാരുടെ കൂടെയാണല്ലോ ഇയാളുടെയും ജീവിതം, ഒറ്റയ്ക്കുള്ള ജീവിതം. അതുകൊണ്ടാവാം പകുതി ഭ്രാന്തനായിരുന്നു ഡേവിഡ് ബാരി. ഡേവിഡ് ബാരിയുടെ പ്രവൃത്തികൾ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ട കാര്യമില്ല. അതിൻ്റെ വിഷ്വൽ നിങ്ങളൊന്ന് നോക്കൂ. 50 साल तक 50 years.
किसी को चैन से बैठने मत दो, उसको जबरदस्त सजा दी जाए। Do you understand? You are all sinners. God has sent me here to punish you. Do you understand? God has sent me here to punish you. इनसे काम कराओ और जिसने 2 पाउंड से कम रेशा निकाला उसको जबरदस्त सजा दी जाए। Do you understand? काम करो तुम लोग, काम करो। तुम काम नहीं करते हो क्या? काम करो, तुम काम कराओ मिर्जा, इनसे काम कराओ। तुम भी इनकी तरह सुस्त होते जा रहे हो, काम नहीं करा सकते हो क्या? ये डेविड बैरी की जेल है, क्या समझे तुम? ये डेविड बैरी की जेल है, यहाँ कोई आराम नहीं करता, सब काम करते। तुम मेरा मुंह क्या देख रहे हो? ഭാര്യയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഭക്ഷണത്തിൽ പുഴുക്കൾ, പാത്രം കഴുകാൻ സമ്മതിക്കില്ല. ഭക്ഷണം കഴിച്ച പാത്രം കഴുകണമല്ലോ, സമ്മതിക്കില്ല. വെള്ളമില്ല, വെള്ളം കൊടുക്കില്ല. കുടിക്കാൻ നേരെ വെള്ളമില്ല. കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ ഇല്ല. ഇതാണ് കുടിവെള്ളത്തിൻ്റെ കാര്യം. തുണി അലക്കുന്ന പ്രശ്നമേ ഇല്ല, പാത്രം കഴുകുന്ന പ്രശ്നമേ ഇല്ല. രാവിലെ കഴിച്ച പാത്രത്തിൽ കഴുകാതെ തന്നെ ഉച്ചയ്ക്ക് കഴിച്ചോളണം, രാത്രി കഴിച്ചോളണം, അടുത്ത ദിവസം കഴിച്ചോളണം. ആകാവുന്നത്ര ഇവർ തുടച്ചും നക്കിയും എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ വൃത്തിയാക്കി വയ്ക്കും. അതൊന്നും പോരല്ലോ, അതിലെല്ലാം ഉറുമ്പും പുഴുവും ഒക്കെ കയറിയിട്ട് സർവനാശമായി. ഒടുവിൽ ഇവരെല്ലാം കൂടെ സമരം ചെയ്യാൻ തീരുമാനിച്ചു. ഭക്ഷണം കഴിക്കുന്നില്ല. ഇതാണ് സമരം. സമരം ഡേവിഡ് ബാരിക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു. ഇത് നടത്തിയത് സാവർക്കറാണെന്ന് ബാരിക്കറിയാം. സാവർക്കറെ അന്നത്തെ ഒരു പ്രത്യേക ശിക്ഷ ആൻഡമാനിൽ ഇതുപോലത്തെ പെട്ടെന്നുള്ള കുറ്റങ്ങൾക്കൊക്കെ ജയിലിൻ്റെ ഭിത്തിയിൽ ഒരു കൊളുത്തിൽ വിലങ്ങിട്ട് 2 കൈയും മുകളിലാക്കി ഇയാളെ നിർത്തും. ഒരാഴ്ച 7 ദിവസം നിൽക്കണം അവിടെ. ഇത്രയും കടുത്ത ശിക്ഷ ഭൂമിയിലെങ്ങും വേറെ എങ്ങും കൊടുത്തിരുന്നില്ല. ബ്രിട്ടീഷുകാർക്ക് വേറെയും നാടുകടത്തുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. ഏഡൻ, അവിടെ ഇവിടെ ഓസ്ട്രേലിയ, ഇതെല്ലാം നാടുകടത്തുന്ന സ്ഥലങ്ങളായിരുന്നു. അന്ന് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമാണല്ലോ ബ്രിട്ടീഷുകാരുടെ. അതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് അവിടുത്തെ എല്ലാം കുറ്റവാളികളെ, ക്രിമിനൽസിനെ, ആൻഡമാനിലും ക്രിമിനൽസ് ഉണ്ടായിരുന്നു. ഭാരതത്തിലെ വഴങ്ങാത്ത ക്രിമിനൽസിനെയൊക്കെ ഫൈനലി അവർ ആൻഡമാനിൽ കൊണ്ടുപോയിട്ടാണ് ചാണ്ടിയിരുന്നത്. അവരും ഉണ്ട്, സ്വാതന്ത്ര്യ സമര സേനാനികളും ഉണ്ട്. പക്ഷേ ആൻഡമാനിലല്ലാതെ വേറെ ഒരു സ്ഥലത്തും ഇത്ര ക്രൂരമായ ശിക്ഷാമുറകൾ ഉണ്ടായിരുന്നില്ല. കാരണം അവിടെയൊന്നും ഡേവിഡ് ബാരി ഉണ്ടായിരുന്നില്ല. ഇതൊന്നും ബ്രിട്ടീഷുകാരുടെ ജയിൽ മാനുവൽ അനുസരിച്ചുള്ള ശിക്ഷയൊന്നുമില്ല. ഇതൊക്കെ ബാരി അങ്ങ് നടപ്പിലാക്കുന്ന ശിക്ഷകളാണ്. അങ്ങനെ സാവർക്കർ ആ ശിക്ഷയും ഏറ്റുവാങ്ങി. നമുക്ക് ആ ക്രൂരത, ആ സമരവും അതിനെ തുടർന്നുള്ള ക്രൂരതയും നമുക്കൊന്ന് കാണാം. ये लोग खाना नहीं खाते? क्या इन्हें भूख नहीं लगी है क्या? हम सब की भूख मर गई है। खाना खाने से पहले हमें हाथ नहीं धोने दिए जाते, पीने के लिए पानी नहीं मिलता, खाने में कीड़े पड़े हुए हैं। देखो, खुद ही देखो। मिर्जा 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 ही इज अ बैरिस्टर। लेकिन एक बात है, इन बदमाशों को इसके अलावा और कोई बैरिस्टर नहीं मिला क्या? हुजूर। मिस्टर बैरिस्टर, अगर ये सब सच भी है तो तुम्हें शिकायत करने का कोई हक नहीं है। क्यों हक नहीं है? अपना ये बिल्ला जरा गौर से देखो, है गौर से देखो, इस पर क्या लिखा हुआ है? डी डी फॉर डेंजरस, समझे? इसलिए लिखा हुआ है कि मैं अत्याचारियों से डरता नहीं हूँ, सच बोलता हूँ। और ये सच भी बोलना चाहता हूँ कि यहाँ हिंदू और मुसलमानों के साथ भेदभाव किया जाता है। कुछ हिंदुओं को मुसलमान बनाया गया है। That's news for me, Mr. Barrister. मिर्जा, हुजूर। इन तीनों को कोलुओं में लगा दो। हुजूर। मिस्टर बैरी, आपको इस 16 बरस के लड़के को कोलू में जोतने का कोई अधिकार नहीं है। मिस्टर बैरिस्टर, मुझे मेरा हक मत समझाओ। मिर्जा। हुजूर। मिस्टर बैरिस्टर को खड़ी बेड़ी में बांध दो। खानी गोपाल, खानी याद आई कि नहीं? मिर्जा, हुजूर, नानी याद आ नहीं रही, नानी मर रही है। लगा ഈ ക്രൂരതകൾക്ക് വശംവദരായ പലരും ഭ്രാന്തന്മാരായിട്ട് മാറി. സത്യമാണ്. നിങ്ങൾ നോക്കൂ, നമുക്ക് ഒരു 5 മണിക്കൂർ ഒരു അടച്ചിട്ട മുറിയിൽ
ഒരു സൗകര്യവുമില്ലാതെ കഴിയാൻ പറ്റുമോ? ആരോടും സംസാരിക്കാൻ പറ്റാതെ, പുറം ലോകവുമായിട്ട് ബന്ധമില്ലാതെ സാധിക്കില്ല. വലിയ പ്രയാസമാണ്. ഏകാന്ത തടവ് അനുഭവിക്കുക, അതിൻ്റെ കൂടെ ഈ പീഡനങ്ങൾ, ഭക്ഷണമില്ലാതെ വരിക, വെള്ളം കിട്ടാതെ വരിക, മനുഷ്യന് ഭ്രാന്തായി പോകും. അസാമാന്യമായ മനക്കരുത്തുള്ളവർ പോലും തകർന്നു പോകുന്ന അവസ്ഥ. അങ്ങനെ ഇന്ദുഭൂഷൺ എന്ന ഒരു ചെറുപ്പക്കാരൻ, സ്വാതന്ത്ര്യ സമര സേനാനി, ജയിലിനുള്ളിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. സാവർക്കറുടെ ഹൃദയം തകർക്കുന്ന കാഴ്ചയായിരുന്നു അത്. കാണാൻ പെർമിഷൻ ഉണ്ടായിരുന്നില്ല. സാവർക്കർ ജയിലിനുള്ളിലെ ഒരു ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, എന്നെ ഒന്ന് ഇന്ദുഭൂഷൻ്റെ മുറിയുടെ വാതിക്കൽ കൂടെ കൊണ്ടുപോകൂ, ഞാനൊന്ന് ഏറുകണ്ണിട്ട് നോക്കട്ടെ. ഇന്ദുഭൂഷണെ കാണാൻ ആർക്കും അനുവാദമില്ല. പക്ഷേ നടന്നു പോകുന്ന വഴിക്ക് ഏറുകണ്ണിട്ട് നോക്കുന്ന ഒരു രീതിയിൽ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് ആ ഉദ്യോഗസ്ഥൻ്റെ ഒത്താശയോടുകൂടി സാവർക്കർ ഇന്ദുഭൂഷൻ്റെ ശവശരീരം കണ്ടു. വിറങ്ങലിച്ച ശരീരം. ഒന്ന് ഓർത്തു നോക്കുക, ഒരു ചെറുപ്പക്കാരൻ ആരോരും അറിയാതെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പൊരുതി അവിടെ കൊണ്ടുപോയി ആ പാവത്തെ ഭേദ്യം ചെയ്തു. അയാൾക്ക് ഭ്രാന്തായി, അയാൾക്ക് സമനില തെറ്റി അയാൾ ആത്മഹത്യ ചെയ്തു. എന്തൊരു കഷ്ടം, എന്തൊരു കഷ്ടം. ആ കാഴ്ച, സാധാരണഗതിയിൽ ഇത്തരം കാഴ്ചകൾ ആരും കാണാൻ ആഗ്രഹിക്കുന്നതല്ല. പക്ഷേ സാവർക്കർ അനുഭവിച്ച പീഡനങ്ങൾ, സാവർക്കർ കടന്നുപോയ വഴികളിലുണ്ടായിരുന്ന കനലുകൾ, മുള്ളുകൾ, ഇത് നിങ്ങൾ അറിയണം. എങ്കിൽ മാത്രമേ ഇന്നത്തെ തലമുറയ്ക്കും ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വില എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ സാവർക്കർ പുച്ഛിക്കുന്ന ഇന്നത്തെ കുറേ ദുരന്ധരന്മാരും ദുരന്ധരികളുമുണ്ടല്ലോ, അവരുടെ അല്പത്വം എത്രയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കണ്ടിരിക്കണം. കണ്ടോളൂ. चलिए बड़े बाबू, काम पर चलिए। बस चल ही रहा हूँ। गजब हो गया बड़े बाबू, आज तो गजब ही हो गया। क्या हुआ? इंदुभूषण ने फांसी लगा ली। क्या? हाँ, मैं खुद देख कर आ रहा हूँ। तुम मुझे वहां ले जा सकते हो? घोड़ा साहब नाराज होगा बड़े बाबू। सिर्फ कोठरी के सामने से गुजरते हैं, मैं किसी से कुछ नहीं कहूंगा। ठीक है, चलिए आइए मेरे साथ। ഈ അക്രമത്തെ സാവർക്കറും ചോദ്യം ചെയ്തു. സാവർക്കറുടെ ശിക്ഷ വർദ്ധിച്ചു. അന്ന് ജയിലിലെ ഏറ്റവും വലിയ ശിക്ഷ കൊപ്ര ആട്ടി എണ്ണ എടുത്തു കൊടുക്കുക, മിനിമം 30 പൗണ്ട് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 15 കിലോ എന്ന് വെച്ചോളൂ. ഒരു 15 കിലോ എണ്ണ ഒരു ദിവസം ചക്ക ആട്ടി എണ്ണ എടുത്തു കൊടുക്കണം. കൊപ്ര ഇട്ട ചക്ക്, ഇരുമ്പിൻ്റെ ചക്കാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തുണ്ടായിരുന്നു. കാളകളെ കൊണ്ടാണ് ചക്ക് വട്ടത്തിലിങ്ങനെ കറക്കും. വളരെ നീളമുള്ള മുളയൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ അറ്റത്താണ് കാള ഇതും കൊണ്ട് കറക്കുന്നത്. വളരെ ചെറിയ ക്വാണ്ടിറ്റിയൊക്കെ ആണെങ്കിൽ മനുഷ്യന് തന്നെ ഇത് കറക്കി എടുക്കാം. പക്ഷേ 15 കിലോ എന്ന് ഒരിക്കലും സാധ്യമല്ല. ഇത് ആൻഡമാനിൽ ഇവരെ കൊണ്ട് ചെയ്യിച്ചിരുന്നു. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ പ്രധാനമായ ഒരു വരുമാന മാർഗമായിരുന്നു വെളിച്ചെണ്ണ കയറ്റുമതി. ആൻഡമാനിലെ തെങ്ങിലെ തേങ്ങയെല്ലാം ഉണങ്ങും വെറുതെ കിടന്നിട്ട് ആ ഉണക്കമടൽ കൈ കൊണ്ട് പൊതിച്ച് കല്ലിൽ കുത്തിയോ എങ്ങനെയെങ്കിലും പൊതിച്ചിട്ട് പാര എന്ന് പറയുന്ന സങ്കല്പമൊന്നും ആയിട്ടില്ല. അന്ന് തേങ്ങ പൊതിക്കുന്ന പാരയൊന്നുമില്ല. കല്ലിലോ അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഉടച്ച് കൈ കൊണ്ട് വെച്ച് തേങ്ങ എടുത്ത് അത് പൊട്ടിച്ച് ആ കൊപ്ര ഉണക്കി അത് ആട്ടിക്കൊടുക്കണം. ഇതായിരുന്നു ഏറ്റവും വലിയ ശിക്ഷ, ഏറ്റവും ദുരിതം പിടിച്ച ഭാഗം. സാവർക്കറും ഈ ജോലിയിൽ ഏർപ്പെട്ടു, വിഷമിച്ചു. സാധ്യമാകുമായിരുന്നില്ല സാവർക്കറെ കൊണ്ട്. പക്ഷേ അടികൊണ്ടും ഈ 7 ദിവസം വിലങ്ങ് വെച്ച് കിടത്തിയും ഇങ്ങനെയൊക്കെ ചെയ്ത് ഭേദ്യം ചെയ്തിട്ട് താങ്ങാവുന്നതിനപ്പുറമായിട്ട് സാവർക്കർ ഈ ജോലി ചെയ്തു. ഒരു നിമിഷം സാവർക്കർ പോലും ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചു. ഇനി മരിക്കാം എന്ന് ചിന്തിച്ചു. ഇന്ദുഭൂഷൻ്റെ വഴിയെ പോകാം എന്ന് വിചാരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് ആ സ്ഥൈര്യം വീണ്ടെടുക്കുകയും വീണ്ടും സ്വാതന്ത്ര്യ സമരം നടത്താനുള്ള ദൃഢപ്രതിജ്ഞമായിട്ട് വീണ്ടും കൊലു എന്നാണ് അതിനെ ഇംഗ്ലീഷിലും മറാഠിയിലും ഹിന്ദിയിലും ഒക്കെ വിളിക്കുന്നത്. കൊലു എന്നാണ്. നമ്മളിപ്പോൾ ചക്ക്. അതിൽ പിടയുന്ന സാവർക്കറുടെ കാഴ്ച നിങ്ങളൊന്ന് കാണണം.
കണ്ടോളൂ. इंदु भूषण ने ठीक किया. इस नर्क से छूटने का यही एक उपाय है. मुझे भी आत्महत्या कर लेनी चाहिए. ये तुम क्या सोचने लगे सावरकर? तुम भी अंग्रेजों की इच्छा पूर्ति करने लगे? वो तो चाहते ही हैं कि तुम टूट जाओ, समाप्त हो जाओ. तुम्हारी शपथ का क्या हुआ? तुम्हें तो अंतिम सांस तक लड़ना है. मैं लड़ूंगा, मैं हारूंगा नहीं. मुझे देश को स्वतंत्र कराना है. സാവർക്കറുടെ ജീവിതകഥയുടെ രണ്ടാം ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. മൂന്നാം ഭാഗവുമായി അടുത്ത ശനിയാഴ്ച രാത്രി 7:30 വീണ്ടും കാണാം. നമസ്കാരം.